കുടുംബത്തിൽപ്പെട്ടവരും ഈ സമുദായത്തിലെ ബ്രാഹ്മണന്മാരായിട്ട് ഉന്നതന്മാരാണ് എന്ന് പറഞ്ഞു വെച്ചു. നബി കുടുംബം ഉണ്ടോന്ന് ചോദിച്ചാൽ നബി കുടുംബം ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നവരൊക്കെ എന്റെ കുടുംബമാണെന്ന് പറഞ്ഞ അതിന്റെ താവഴിക്കാരുണ്ടാവും. പക്ഷെ ആരൊക്കെ ഇപ്പൊ ഇതിൽ യഥാർത്ഥ തങ്ങള് എന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അപ്പൊ ലക്ഷദ്വീപിൽ ചെന്നാ മുഴുവനും തങ്ങന്മാരാ. നമ്മളെ കൂട്ടത്തിലേക്ക് ഒരു തങ്ങള് വന്നിട്ടുണ്ട്, FSM കോയ. കോയാണ്, കോയ എന്നാ തങ്ങൾ എന്ന അർത്ഥം. അയാളിപ്പോ നൈജീരിയയില് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാ. അയാൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നമ്മള് ലക്ഷദ്വീപ് പ്രസംഗിക്കാൻ ഞാൻ തങ്ങൾ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അതെന്താ? ലക്ഷദ്വീപിൽ ഒരൊറ്റ തങ്ങളുണ്ടാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പഠിച്ചു ചരിത്രം. കാരണം ദ്വീപിന്ന് തങ്ങളായിട്ട് കേരളത്തിൽ കയറിയ നല്ല മാർക്കറ്റാ. അങ്ങനെ എല്ലാരും തങ്ങള്. അപ്പൊ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ താവഴിക്കാരി നാട്ടിലുണ്ടാകാം. ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. അവർ ചെറുപ്പം മുതൽക്കേ എല്ലാവരുടെയും ബഹുമാനം കിട്ടണം. അവരെത്ര തമ്മാടിത്തം ചെയ്താലും അവനെ ബഹുമാനിക്കണം എന്നതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. മനസ്സിലായില്ലേ? താടി വടിച്ച് തുണിയും താത്തി കൊടുത്ത് വീടിയും ഭരിച്ച് മുപ്പരങ്ങനെ പോകും. പള്ളിക്ക് ജമാഅത്തിനോട് കേരളം എന്നാലും ഓർ തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ പിന്നാലെ കൂടുന്ന അവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. പള്ളിയിൽ വെള്ളം കോരുന്ന ആള് മുക്രി. അന്ന് മോട്ടറില്ലല്ലോ. വടക്കൻ കേരളത്തിൽ തണ്ണീം കോരി എന്നാ പറയാ. മനസ്സിലായില്ലേ? തണ്ണീം തന്നെ വെള്ളം കോരി ഹൗദിൽ ഒഴിക്കുന്ന ആള്. അയാൾക്ക് ഇന്നും നമ്മളെ സമുദായത്തിൽ ആ കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്ക് ഒരു ചെറിയ ഉച്ചനീചത്വം നമ്മളെയൊക്കെ ആളുകളെ മനസ്സിലുണ്ട്. അല്ലേ? കല്യാണം ആലോചിക്കുമ്പോഴേ അത് നമുക്ക് പറ്റില്ല. തണ്ണീങ്കോരിന്റെ മോളാന്ന്. തണ്ണീങ്കോരി മരിച്ചിട്ട് 2 തലമുറയായി. എന്നാലും മോളക്കോയും നമുക്ക് പറ്റൂല എന്ന സ്ഥിതി നമ്മളെ ആളുകളെ മനസ്സിന്റെ ഉള്ളിൽ ജാഹിലിയത്തുണ്ട് എന്നതിന്റെ തെളിവാണ്. പക്ഷെ ഇതൊക്കെ വമ്പിച്ച മാറ്റം വന്നുപോയി. ഇപ്പോ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു, പിന്നെ ക്ഷുരകപ്പണി എടുക്കുന്ന ബാർബർ പണി എടുക്കുന്ന സഹോദരന്റെ മകൾ സാധാരണ മുസ്ലിമിന് കുഫു വെക്കൂല എഴുതി വെച്ചിട്ടുണ്ട്. ഓന്റെ വീട്ടിൽ നിന്ന് ഓന്റെ കൂടെ ഭക്ഷണം കഴിക്കൽ കറാഹത്താണ്. അപ്പൊ അതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ മുസ്ലിയാക്കന്മാര്? അങ്ങനത്തെ ആളുകൾ അകത്തെ പള്ളി കയറ്റാൻ പാടില്ല നടപ്പിലാക്കുന്നുണ്ടോ മുസ്ലിയാക്കന്മാര്? കിതാബ് പറഞ്ഞത് വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വന്നിട്ട് ആയത്തങ്ങ് ഓതിക്കൊടുത്തു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ആയത്തോലി കൊടുത്തു. മാത്രല്ല നിങ്ങളെ ഗോത്രങ്ങളും മറ്റുമൊക്കെ ആക്കി, ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ആക്കി ഗ്രൂപ്പുകളാക്കിയൊക്കെ മാറ്റിയത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കണ്ടോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഏത് കുടുംബത്തിൽ ജനിച്ചവനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഏറ്റവും തഖ്വയുള്ളവൻ ആരോ അവനാണ് അല്ലാഹുവിൽ ആദരണീയൻ എന്ന ഇസ്ലാമിന്റെ സമഭാവനയുടെ സന്ദേശം, സമത്വത്തിന്റെ സന്ദേശം കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ കേരള മുസ്ലിമീങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനം വമ്പിച്ചതായിരുന്നു. ഈ പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കേരള മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്ന് എടുത്ത് പരിശോധിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വാസ രംഗത്ത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു 2% ആളുകൾ പോലും ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. യശാമകരിവിന്റെ ഇടയിൽ ഒരു മങ്കൂസോ ഒരു മാലയോ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഓ മുസ്ലിം അല്ല എന്ന് തീരുമാനിച്ചിരുന്ന കാലത്താണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഫലങ്ങൾ മുസ്ലിം സമുദായത്തിൽ കണ്ടു തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടായി. ആ മാറ്റങ്ങളൊക്കെ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മുന്നേറ്റത്തിൽ നമ്മൾ കൂട്ടായ ഈ മുന്നേറ്റത്തിൽ നമ്മൾ നമ്മുടേതായ പങ്ക് വഹിക്കണം. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിച്ചാൽ മതി എന്നാണ് ഇപ്പോ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. പുണ്യത്തിലും പക്വതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് ഖുർആന പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ സംഘടന ഉണ്ടാക്കാനുള്ള തെളിവ് എന്താന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ആയത്ത് മാത്രങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. സംഘടന ഉണ്ടാക്കുന്നതിന്റെ ഹുക്കും എന്താന്ന് ചിലർ ചോദിക്കും. ഫർള നമ്മൾ പറഞ്ഞിട്ടില്ല. സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെന്താ? അത് ജായിസായ ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഈ മൈക്ക് ഓഫായാൽ കുറെ തൊള്ളിട്ടാൽ അങ്ങോട്ട് കേൾക്കുള്ളൂ, ദൂരത്ത് കേൾക്കൂല. മൈക്കുണ്ടെങ്കിലോ മെല്ലെ പറഞ്ഞാൽ മതി, എല്ലാവർക്കും കേൾക്കും. അതുപോലെ ഇപ്പൊ നമ്മളൊക്കെ നടന്നു പോയാലും ഷാർജയ്ക്കും ദുബായിക്കും ഒക്കെ എത്തും, അല്ലേ? ചിലപ്പോ അബുദാബി എത്തുമ്പോഴത്തെ നേരം വെളുക്കുന്നുള്ളൂ. നടന്നാ എത്തുമല്ലോ, പക്ഷെ വണ്ടി കാറുണ്ടെങ്കിൽ എളുപ്പത്തും. വാസ്തവത്തിൽ സംഘടന എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംവിധാനമാണ്.
മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഭൗതികമായ ഒരു സംവിധാനമാണിത്. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഇസ്ലാമല്ല, ഇസ്ലാമിന് വേണ്ടിയുള്ള സംഘടനയാണ്. പിന്നെ സംഘടനാപരമായ പക്ഷപാതിത്വം നിങ്ങൾക്കും ഇല്ലേ എന്നാ ചില ആളുകൾ ചോദിക്കുന്നത്. ഹിസ്ബിയത്തില്ല നിങ്ങൾക്ക്. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് തെറ്റ് ചെയ്താലും അത് സംഘടനയുടെ പേര് ന്യായീകരിക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല. അങ്ങനെ ചില സംഘടനാ ഭക്തന്മാരുണ്ട് ഇവിടെ. ഇപ്പോ ഒരു തെറ്റ് സംഭവിച്ചാൽ കാര്യം AP അബ്ദുൽ ഖാദർ മൗലവി നമ്മളെ നേതാവൊക്കെ തന്നെയാണ്, പക്ഷെ ആ പറഞ്ഞത് തെറ്റാണ്. സാധാരണക്കാരൻ മുജാഹിദ് പറയും KM മൗലവി മൗലിദ് ന്യായീകരിച്ച് അൽ മുർഷിദ് എഴുതിയിരിക്കുന്നു. മുസ്ലിയാർ അരമണിക്കൂർ വയലറിയും. നമ്മളെ മറുപടി ഒരു വാചക, KM മൗലവി അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, കഴിഞ്ഞ്. നമുക്ക് ഹിസ്ബിയത്തില്ലാതുള്ളതിന്റെ തെളിവാത്. KM മൗലവി അല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരും മഅസൂമികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മുസ്ലിയാര്. അവർക്ക് തെറ്റുപറ്റാം. അവരെ ദീനിലേക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്, ഞങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതുകൊണ്ട് നമുക്ക് കക്ഷിത്വമില്ല, കക്ഷിത്വം ഉണ്ടാകേണ്ടതുമില്ല, കക്ഷിത്വം ഉണ്ടാകാൻ പാടുമില്ല. നമ്മളെ കക്ഷിക്കാരോട് മാത്രം സലാം പറയാ, അവരെ രോഗം കാണാൻ മാത്രം പോവുക, അവരെ കല്യാണത്തിന് മാത്രം കൂടുക, അവരെ മയ്യത്തിന്റെ ഒപ്പം മാത്രം, അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ? അതാണ് കക്ഷിത്വത്തിന്റെ സ്വഭാവം. അതിന്റെ പേരിൽ സ്നേഹിക്കുക, അതിന്റെ പേരിൽ വെറുക്കുക, അതില്ല. അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കും, അള്ളാഹിന്റെ പേരിൽ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. നിസ്കരിക്കാത്ത ഒരുത്തൻ, തമ്മാടിയും താന്തോന്നിയും നടക്കുന്നവൻ, ഓൻ ഏത് പാർട്ടിക്കാരനായാലും അവനോട് നമുക്ക് വെറുപ്പുണ്ടാവും, അല്ലേ? എന്നുവെച്ചാൽ വേറൊരു പാർട്ടിക്കാരനാണ്, പക്ഷെ നിസ്കാരമുണ്ട്, ദീനുണ്ട് എങ്കിൽ നമ്മൾ അവനെ സ്നേഹിക്കും, അവനെ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കും, അല്ലേ? നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, നിങ്ങൾ ഈ കവറിങ്ങൊക്കെ പോണം, നിങ്ങൾക്ക് ഇതെന്ന് അറിഞ്ഞൂടെ? സ്നേഹബുദ്ധിയെ നമ്മൾ അവരെ ഉപദേശിക്കും. അതെന്തുകൊണ്ടാ? നമുക്ക് കക്ഷിത്വം അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയും ഏതൊരു മുസ്ലിമിനോടും സലാം പറയുകയും ചെയ്യുന്നു. ഇവിടെ കക്ഷിത്തുള്ള ചില കൂട്ടരുണ്ട്, ജമാഅത്തികളോട് സലാം പറയാൻ പാടില്ല. അപ്പൊ ആദ്യം കണ്ടാല് നിങ്ങളെ പേരെന്താ? അബ്ദുൽ ഖാദർ. നിങ്ങൾ ഏതാ പാർട്ടി? എന്നാ പാർട്ടി? സുന്നിയാണല്ലേ? അല്ലേ? എന്നാ അസ്സലാമു അലൈക്കും. അങ്ങനെ പറയണം എന്നാ പറയുന്നത്. മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തഖറഉസ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയണമെന്നാ ഇസ്ലാഹി പ്രസ്ഥാനം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ സ്വഭാവമാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള കക്ഷിത്വവുമില്ല. കക്ഷിയുടെ പേരിൽ ആളുകളെ വെറുക്കുകയോ കക്ഷിയുടെ പേരിൽ ആളുകളെ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല. നമ്മള് എല്ലാവരോടും ദീനിനെ സ്നേഹിക്കുന്ന, ദീൻ ജീവിതത്തിൽ പാലിക്കുന്ന എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. ദീൻ ജീവിതത്തിൽ ഇല്ലാത്തവൻ അവൻ ഏത് പാർട്ടി, നമ്മളെ പാർട്ടിപ്പെട്ടവനായിക്കോട്ടെ, പേര് മാത്രം മുജാഹിദ്, ഞാനും മുജാഹിദാണ്, ഒരു ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. മോന്തമ്മക്കൊക്കെ ദീനുണ്ടാവില്ല, വസ്ത്രത്തുമൊക്കെ ദീനുണ്ടാവില്ല, പെരുമാറ്റത്തിൽ ദീനുണ്ടാവില്ല. ഓനെ നമ്മൾ സ്നേഹിക്കോ? ഓനെ നമ്മളെ കക്ഷിക്കാരനെ വെച്ചിട്ട് സ്നേഹിക്കൂല. അപ്പൊ നമ്മൾ അള്ളാന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാന്റെ പേരിൽ വെറുക്കുക. സംഘടനയുടെ പേരിൽ സ്നേഹിക്കുകയും സംഘടനയുടെ പേരിൽ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കക്ഷിത്വം. അത് നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടുമില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം എന്ന സംഘടന ബിദ്അത്താണെന്ന് ഫത്വ കിട്ടാൻ വേണ്ടി കൊടുത്ത ചോദ്യത്തിൽ അങ്ങനെയാണുള്ളത്. ഏറ്റവും വലിയ കക്ഷിത്വമുള്ളവരാണിവർ, ഹിസ്ബിയത്തുള്ളവരാണിവർ എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അവരെ കൂട്ടത്തിൽ അവർ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമ്മൾ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മ്യൂസിക് തെറ്റാണെന്ന് പറയുന്നവരാ നമ്മള്. പക്ഷേ അറിയാത്ത ചില ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവരൊന്നും മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്. അവർ ഫോട്ടോ തസ്വീറിന്റെ ആളുകളാണ്. നമ്മൾ അത്യാവശ്യത്തിനല്ലാതെ ഫോട്ടോ എടുക്കലുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലേ? ഒരു സമ്മേളനത്തിലോ ഒരു യോഗത്തിലോ അനാവശ്യമായ കുറെ ഫോട്ടോ എടുക്കാൻ ചിലപ്പോ അത് ഏർപ്പാട് ചെയ്ത ആൾക്ക് അതിന്റെ ഗൗരവം അറിയാത്തോണ്ടായിരിക്കും. 2-3 ഫോട്ടോ എടുക്കുമ്പോ നമ്മളൊരു ഇനി പോയിക്കോ അറിയും. ഒരു യോഗം, ആ യോഗം ഉണ്ടെന്നറിയാൻ ഉദ്ഘാടകനെയോ മറ്റ് ഗവൺമെന്റിനോ പോലീസ് സ്റ്റേഷനോ മറ്റൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി 1 ഫോട്ടോ 2 ഫോട്ടോ എടുക്കാനല്ല, വെറുതെ ഫോട്ടോ എടുക്കണേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുപോലെ മ്യൂസിക് തെറ്റാണെന്ന് നമ്മൾ എക്കാലത്തും പറയും. തൗഹീദ് ഗാനം വരെ മ്യൂസിക്കിൽ ഇറക്കിയെന്ന് നമ്മളെ നിർത്തിയില്ലേ? എന്തുകൊണ്ടാ? അത് നമ്മൾ സെലഫിയത്ത് മനസ്സിലാക്കിയപ്പോ നമ്മളത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ, വിവരമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്നത് സംഘടനയുടെ മൊത്തം കാറ്റ് ഫത്വ ചോദിച്ചാൽ അങ്ങനെ തന്നെയാ കിട്ടുക. പിന്നെ നമ്മൾ സംഘടനാ മെമ്പർഷിപ്പിൽ എഴുതി കൊടുക്കുന്നില്ലേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം, അതൊരു തരം ബൈഅത്തല്ലേ, അമീറുൽ മുഅ്മിനീൻ അല്ലാതെ ബൈഅത്ത് ചെയ്യാൻ പാടുണ്ടോന്ന്.
അമീറുൽ മുഅ്മിനീന് ചെയ്യുന്ന ബൈഅത്തോ അല്ലെങ്കിൽ സൂഫികൾ അവരെ തരീഖത്തിൽപ്പെട്ട ശൈഖന്മാർക്ക് ചെയ്യുന്ന ബൈഅത്തോ അതുപോലത്തെ ഒരു ബൈഅത്താണോ നമ്മളേത്?